അപകടം മണത്തു ഷർട്ടൂരി ചെന്നിത്തല. കോൺഗ്രസുകാരുടെ ഇടയിൽ കീറിയ ഷർട്ടുമായി വരുന്നത് ഇപ്പോൾ വലിയ അപകടകരമായി മാറിയിരിക്കുകയാണ്. അതിൻ്റെ ഒരു ചരിത്രം പറഞ്ഞ് ചെന്നിത്തലയിലേക്ക് വരാം. ഈ കീറിയ ഷർട്ട് ആദ്യമായി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് കോൺഗ്രസ് നേതാവും മുൻ മുഖ്യമന്ത്രിയുമായിട്ടുള്ള ഉമ്മൻചാണ്ടിയായിരുന്നു. അദ്ദേഹം 1980കളുടെ തുടക്കത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനൊക്കെ ആയിരുന്ന സമയത്ത് മുതൽ തന്നെ ഈ കീറിയ ഷർട്ട് ഒരു ബ്രാൻഡാക്കി അദ്ദേഹം മാറ്റിയിരുന്നു. ഉമ്മൻചാണ്ടി എന്ന് പറയുമ്പോൾ തന്നെ കീറിയ ഷർട്ടും ചീകാത്ത തലമുടിയുമായിട്ടുള്ള ഒരു നേതാവ്, സാധാരണക്കാരനായി തോന്നിക്കുന്ന തരത്തിലെ വേഷവിധാനവും അതേപോലെ തന്നെ ചീകാത്ത തലമുടിയൊക്കെ ആയിട്ടുള്ള ഒരു രൂപമാണ് ഉമ്മൻചാണ്ടി എന്ന് പറയുമ്പോൾ ആ ഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. കരുണാകരനെതിരെ അന്ന് AK ആന്റണി ശക്തമായി പടനയിച്ചുകൊണ്ട് ഇരിക്കുകയായിരുന്നു A ഗ്രൂപ്പിന് വേണ്ടി. അപ്പോൾ ആന്റണിയുടെ നിഴലായി നിന്ന് ഉമ്മൻചാണ്ടിയും കത്തിക്കേറുന്ന സമയത്തൊക്കെ ഉമ്മൻചാണ്ടിയെ ശ്രദ്ധിക്കുന്നത് ഫോട്ടോഗ്രാഫർമാരും കാർട്ടൂണിസ്റ്റുകളും ഒക്കെ ശ്രദ്ധിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഈ കീറിയ ഷർട്ടാണ്. ചിലപ്പോൾ അദ്ദേഹം കീറിയ ഷർട്ടുമായി വരും, ചില സമയത്ത് ഈ കീറിയ ഷർട്ട് പകുതി തുന്നി ചേർത്ത് വരും. അങ്ങനെ ഉമ്മൻചാണ്ടിയുടെ ഒരു ബ്രാൻഡ് എന്ന നിലയിൽ ഈ ഖദർ ഷർട്ട്, കീറിയ ഖദർ ഷർട്ട് മാറി. ഉമ്മൻചാണ്ടിയുടെ ആയിരക്കണക്കിന് വരുന്ന ആരാധകരുണ്ട്. അത് സ്കൂളിലെ KSUക്കാരുണ്ട്, കോളേജിലെ KSUക്കാരുണ്ട്, യൂത്ത് കോൺഗ്രസ്സുകാരുണ്ട്, കോൺഗ്രസ്സുകാരുണ്ട്. ഇവരൊക്കെ തന്നെ ഈ ഒരു സാധാരണക്കാരൻ്റെ ഇമേജ് കിട്ടാൻ, അല്ലെങ്കിൽ ഒരു പാവപ്പെട്ട ഒരാളുടെ ഇമേജ് കിട്ടാൻ വേണ്ടി ഉമ്മൻചാണ്ടിയെ അനുകരിച്ചു തുടങ്ങി. നാട്ടിൻപുറത്തൊക്കെ ഈ കോൺഗ്രസ്സുകാർ, മണ്ഡലം പ്രസിഡന്റുമാരൊക്കെ ഈ കീറിയ ഷർട്ട്, അത് A ഗ്രൂപ്പിലെ കോൺഗ്രസ് നേതാക്കളാണ്, ഈ പറയുന്ന രീതിയിൽ വലിച്ചു കീറി പാവപ്പെട്ട ഒരു ലുക്ക് വരുത്താൻ വേണ്ടി കൃത്രിമമായി ശ്രമിച്ചു. കാർട്ടൂണിസ്റ്റുകളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട വിഷയങ്ങളൊന്നായിരുന്നു ഉമ്മൻചാണ്ടിയുടെ കീറിയ ഷർട്ട്. എത്രയോ കാർട്ടൂണുകളാണ് ഉമ്മൻചാണ്ടി കീറിയ ഷർട്ടുമായി നിന്ന് ഉള്ള നമ്മുടെ ചരിത്രത്തിൽ പരിശോധിച്ചാൽ കാണാൻ കഴിയുന്നത്. പിന്നീട് പല അഭിമുഖങ്ങളിലും ഉണ്ടായി. അദ്ദേഹത്തിൻ്റെ ഈ ഷർട്ട് എന്തുകൊണ്ട് കീറി, എങ്ങനെയാണ് കീറുന്നത്, എന്താണ് ഇതിൻ്റെ പുറകിലുള്ള വാസ്തവം, യഥാർത്ഥത്തിൽ കീറിയതാണോ അതോ തയ്ച്ചപ്പോൾ തന്നെ എവിടെയെങ്കിലും തട്ടി കീറിയതാണോ എന്നൊക്കെയുള്ള നിരവധി ചോദ്യങ്ങളുണ്ടായി. അതിൽ ഏറ്റവും പ്രശസ്തമായിട്ടുള്ളൊരു ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് മുൻ കൃഷിമന്ത്രിയായിട്ടുള്ള CPI നേതാവ് കൂടിയായിട്ടുള്ള നമ്മുടെ VS സുൽകുമാർ അദ്ദേഹത്തെ അഭിമുഖം ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ അഭിമുഖത്തിൽ സുൽകുമാർ ചോദിക്കുന്നുണ്ട്, എന്താണ് അങ്ങേക്ക് സംഭവിക്കുന്നത്? പഴയ കാർട്ടൂണിസ്റ്റുകളുടെ ഒരു സ്ഥിരം ഇഷ്ട ബ്രാൻഡായിരുന്നല്ലോ അങ്ങയുടെ ഈ ഒരു കീറിയ ഷർട്ട്, അതെന്താണ് അതിൻ്റെ പിന്നാമ്പുറമെന്ന് സുൽകുമാർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ സുൽകുമാറിനോട് അദ്ദേഹം പറയുന്ന മറുപടി, തനിക്ക് 2 ഷർട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഒരു ദിവസം ഒരു ഷർട്ട് ഇടും, അലക്കുകാരൻ ആ ദിവസം മറ്റേ ഷർട്ട് കൊണ്ടുപോയി, മുഷിഞ്ഞ ഷർട്ട് കൊണ്ടുപോയി അലക്കിയിട്ട് പിറ്റേ ദിവസം രാവിലെ തിരിച്ചു കൊണ്ടുവരും. അപ്പോൾ അന്നിട്ട് ഷർട്ട് വീണ്ടും അലക്കുകാരന് കൊടുക്കും. അങ്ങനെ ഈ 2 ഷർട്ട് മാത്രം ഇങ്ങനെ മാറിയും തിരിഞ്ഞും ഇട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയം, അതായത് ഈ അലക്കുകാരനെ ആശ്രയിച്ചാണ് ഉമ്മൻചാണ്ടി ഷർട്ട് ഇടുന്നത്. അങ്ങനെ ഒരു ദിവസം ഉമ്മൻചാണ്ടിക്ക് ഈ അലക്കുകാരൻ ഷർട്ട് കൊണ്ടുവരാൻ താമസിച്ചു. അങ്ങനെ അദ്ദേഹത്തിന് പുതിയ ഷർട്ട് ഇടാൻ പറ്റിയില്ല. ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ അടുപ്പക്കാരനായിട്ടുള്ള ലാൽജി പറഞ്ഞു, ഉമ്മൻചാണ്ടി വിഷമിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് പരിഹാരമുണ്ടാക്കാം. തൊട്ടടുത്ത് തന്നെയുള്ള KM ജോർജിൻ്റെ മകൻ്റെ ഷർട്ടുണ്ടാവും, അദ്ദേഹം സ്ഥിരം കതറിടുന്ന ആളാണ്. അപ്പോൾ ആ ഷർട്ട് വാങ്ങിയിട്ടു. അതാണ് ഈ കീറിയ ഷർട്ട് എന്നൊക്കെ ഉമ്മൻചാണ്ടി അഭിമുഖത്തിൽ ന്യായീകരിക്കുന്നുണ്ട്. അത് യൂട്യൂബിൽ ഇപ്പോഴും ആ അഭിമുഖം കിടക്കുന്നുണ്ട്. പിന്നീട് ഈ സോഷ്യൽ മീഡിയ സജീവമായതോടുകൂടി പുതിയ ചാനൽ യുഗം വന്നതോടുകൂടി ഈ കീറിയ ഷർട്ട് അപകടമാണ് എന്ന് ഉമ്മൻചാണ്ടിക്ക് മനസ്സിലായി. കാരണം വലിയ തോതിൽ പരിഹാസം വരും. നേരത്തെ ആണെങ്കിൽ പത്രത്തിൽ കാർട്ടൂൺ മാത്രമേ വരികയുള്ളൂ. ഇത് ദൃശ്യസഹിതം ഈ തമാശ പരിപാടികളൊക്കെ ഉമ്മൻചാണ്ടിയുടെ ഈ കീറിയ ഷർട്ട് വന്നു തുടങ്ങി. അതിനെ ഒരു ആക്ഷേപഹാസ്യം എന്ന നിലയിൽ ജനങ്ങൾ കണ്ടു തുടങ്ങി. മാത്രമല്ല, ഈ എല്ലാവരും ഈ മൊബൈൽ ഫോണുള്ളവരാണല്ലോ. ആ മൊബൈൽ കാലം തുടങ്ങിയപ്പോൾ തന്നെ ഉമ്മൻചാണ്ടിയുടെ ഈ കീറിയ ഷർട്ട് ഒരു മറ്റൊരു രീതിയിലേക്ക് ചിത്രീകരിക്കപ്പെട്ടു. നേരത്തെ കാർട്ടൂണുകളിലും ഫോട്ടോകളിലും മാത്രമേ നമ്മൾ ഈ കീറിയ ഷർട്ട് കണ്ടു പരിചയമുള്ളൂ. പക്ഷേ ഈ ഡിജിറ്റൽ യുഗം വന്നപ്പോഴേക്കും ഉമ്മൻചാണ്ടിയുടെ ഈ ഷർട്ട് നമുക്ക് നേരിട്ട് കാണാമെന്നായി. അങ്ങനെ ട്രോളുകളൊക്കെ വന്നതോടുകൂടി അദ്ദേഹം ആ ഷർട്ട് എന്നേക്കുമായി ഉപേക്ഷിച്ചു. കീറിയ ഷർട്ട് ഇടാത്ത ഉമ്മൻചാണ്ടിയാണ് പിന്നീട് നമ്മൾ കാണുന്നത്. അദ്ദേഹത്തിൻ്റെ മകൻ പോലും ആ ഒരു വേഷവിധാനമല്ല ചാണ്ടി ഉമ്മൻ ഇടുന്നത്. അദ്ദേഹം ടീഷർട്ടും ജീൻസും ഒക്കെ ഇടുന്ന ആളാണ്. അത്യാവശ്യം മാത്രമേ അദ്ദേഹം ഖദർ എടുക്കുകയുള്ളൂ. അദ്ദേഹം ഏറ്റവും ആധുനികമായ സൈക്കിൾ യാത്ര ചെയ്യുന്നവരാണ്. അപ്പോൾ ആ പഴയ അപ്പൻ്റെ ആ കീറിയ സ്റ്റൈൽ മകൻ പോലും
ഇടാൻ ഇപ്പോൾ താല്പര്യപ്പെടുന്നില്ല. പഴയ കോൺഗ്രസ്സുകാരായാലും ഇപ്പോൾ ആ ശൈലി പിന്തുടരുന്നില്ല. പക്ഷേ ഇപ്പോഴും ഉമ്മൻചാണ്ടി ജ്വരം അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി ഭ്രാന്ത് ഉള്ളിൽ കിടക്കുന്ന ഉമ്മൻചാണ്ടിയുടെ ആ ഇമേജ് ഞങ്ങൾക്ക് പെട്ടെന്ന് കിട്ടും എന്ന് വിചാരിക്കുന്ന ചില കോൺഗ്രസ് നേതാക്കൾ ഇപ്പോഴും ഉണ്ട്. അതിലെ ഒരാളാണ് സാംസ്കാരിക മന്ത്രി PC വിഷ്ണുനാഥ്. PC വിഷ്ണുനാഥ് 2-3 ആഴ്ച മുൻപ് ഈ കീറിയ ഷർട്ടുമായി പ്രത്യക്ഷപ്പെട്ടു. അന്ന് തന്നെ വലിയ തോതിൽ PC വിഷ്ണുനാഥിന് ഈ ഷർട്ടിൻ്റെ പേരിൽ പഴി കേൾക്കേണ്ടി വന്നു. കാരണം ഉമ്മൻചാണ്ടിയെ അനുകരിക്കുന്ന പഴയ നമ്പറാണിത്, പുതിയതെന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇറക്കൂ, ഇതൊക്കെ പഴയ ഓടിത്തീർന്ന നമ്പറാണ്, ഉമ്മൻചാണ്ടി പോലും ഉപേക്ഷിച്ച സീനാണ് ഇപ്പോൾ ഈ കാണുന്നത്. അതുകൊണ്ട് ദയവായി വിഷ്ണുനാഥ് ഇതൊക്കെ ഊരിയിട്ട് മാനമര്യാദയ്ക്ക് നല്ല ഷർട്ടിട്ട് നടക്കൂ, ഇത്തരം ഉടായ്പകളൊന്നും നമ്മുടെ മുന്നിൽ നടക്കില്ല തുടങ്ങി ജൻസി എടുത്ത് ഈ പറയുന്ന വിഷ്ണുനാഥിനെ എടുത്തൊടുക്കുകയാണ് അന്ന് ചെയ്തത്. സോഷ്യൽ മീഡിയയിൽ വിഷ്ണുനാഥിന് സാംസ്കാരിക മന്ത്രി വിഷ്ണുനാഥിന് ഈ കീറിയ ഷർട്ടിന്റെ പേര് വലിയ തോതിൽ സൈബർ അറ്റാക്ക് എന്ന് വേണേൽ പറയാം. അത്രമാത്രം അദ്ദേഹത്തിന്റെ ആ ഒരു കീറിയ ഷർട്ട് ഇട്ടുകൊണ്ടുള്ള പ്രത്യക്ഷപ്പെടൽ വിമർശന വിധേയമാക്കി, കളിയാക്കലിന്റെ രീതിയിലേക്കാക്കി. അപ്പോൾ ആരും ഇപ്പോൾ അത് ഇടുന്നില്ല. കോൺഗ്രസ്സുകാർ തന്നെ എവിടെങ്കിലും അറിഞ്ഞോ അറിയാതെ കീറിയിട്ടുണ്ടോ എന്നുള്ള പേടിയാണ് ഇപ്പോൾ. കാരണം എവിടെങ്കിലും കീറിയിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ സൈബർ അറ്റാക്ക് ഉണ്ടാകുമല്ലോ എന്ന് ഭയന്നുകൊണ്ട് എല്ലാവരും തന്നെ ഇപ്പോൾ വസ്ത്രധാരണത്തിൽ ഭയങ്കര ബോധവാന്മാരാണ്, കോൺഷ്യസ് ആണ്. പക്ഷേ ഇപ്പോൾ വീണ്ടും ഒരു അബദ്ധം ഈ പാവപ്പെട്ട നമ്മുടെ ചെന്നിത്തലയ്ക്ക്, ആഭ്യന്തരമന്ത്രി ചെന്നിത്തലയ്ക്ക് വന്നിരിക്കുന്നു. അദ്ദേഹം ജൂൺ 20-ാം തീയതി, അതായത് ഇന്നലെ, അദ്ദേഹം ഈ ഓപ്പറേഷൻ തൂഫാൻ വാരിയർ എന്ന് പറയുന്ന ഒരു ബാഡ്ജ് ഉണ്ടല്ലോ, അദ്ദേഹം മോഹൻലാലിനാണ് അത് ആദ്യം കൊടുത്തത്. അപ്പോൾ ഈ കഴിഞ്ഞ 20-ാം തീയതി ഇന്നലെ അദ്ദേഹം സമസ്ത ജനറൽ സെക്രട്ടറി കാന്തപുരം AP അബൂബക്കറെ കാണാൻ വേണ്ടി കോഴിക്കോട്ട് പോയി. അദ്ദേഹം കാരന്തൂർ മർക്കസിൽ പോയി അദ്ദേഹത്തെ കാണുകയും ഓപ്പറേഷൻ തൂഫാൻ ബാഡ്ജ് അദ്ദേഹത്തിന് കാന്തപുരത്തിന് നൽകുകയും ചെയ്തു. മാത്രമല്ല അദ്ദേഹം ജിഫ്രി തങ്ങളെയും കണ്ട് ബാഡ്ജ് കൈമാറി. അപ്പോൾ ഈ ചടങ്ങുകൾ അദ്ദേഹത്തെ നമുക്ക് കാണാൻ കഴിയുന്ന അദ്ദേഹത്തിൻ്റെ ഈ ഷർട്ട് കീറിയിരിക്കുന്നതാണ്. അപ്പോൾ തന്നെ സോഷ്യൽ മീഡിയയിൽ കമൻറ്റ് വന്നു തുടങ്ങി, ഇത് പഴയ ഉമ്മൻചാണ്ടി ഫോർമാറ്റ് ആണ്, അതുകൊണ്ട് പുതിയ ഷർട്ട് ഇടൂ, അതുകൊണ്ട് ഇത്തരം നമ്പറുകൾ ഏൽക്കില്ല. വിഷ്ണുനാഥിനെതിരെ എപ്രകാരമാണോ സൈബർ അറ്റാക്ക് ഉണ്ടായത്, അതേപോലെ സൈബർ അറ്റാക്കിൻ്റെ തുടക്കം വന്നു തുടങ്ങിയപ്പോൾ തന്നെ രമേശ് ചെന്നിത്തലയ്ക്ക് പണിമണത്തു. അദ്ദേഹം ഷർട്ട് ഊരി മറ്റൊരു ഷർട്ടിട്ടാണ് ഇന്ന് പ്രസ് കോൺഫറൻസ് വന്നത്. തൂഫാനുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഇന്ന് വിളിച്ചു ചേർത്ത പ്രസ് കോൺഫറൻസിൽ വേറൊരു ഷർട്ടിട്ട് നല്ല കുട്ടപ്പനായി വന്നത്. പക്ഷേ പത്രക്കാർ വിട്ടില്ല. പത്രക്കാർ ചോദിച്ചു, ഇന്നലെ കീറിയ ഷർട്ടുമായി എന്തുകൊണ്ട് വന്നു എന്ന് ചോദിച്ചു. കാരണം പഴയ നമ്പറാണല്ലോ, അത് പുതുക്കിയിടുകയാണോ എന്നുള്ളൊരു സംശയത്തിൻ്റെ അതൊന്ന് ഉറപ്പിക്കാൻ വേണ്ടി പത്രക്കാർ ചോദിച്ചു, എന്താണ് ആ കീറിയ ഷർട്ടിൻ്റെ പിന്നിൽ. അപ്പോൾ രമേശ് ചെന്നിത്തല പറഞ്ഞത്, ഞാനിങ്ങനെ നടന്നു വന്നപ്പോൾ കീറിയതായിരുന്നു, പക്ഷേ അപ്പം തന്നെ ഞാനത് മാറ്റി. ചുരുക്കത്തിൽ ഇത്രയേ ഉള്ളൂ, ചെന്നിത്തലയ്ക്ക് പണി മണത്തു. അതായത് പയ്യന്മാരെടുത്ത് ഉടുക്കുമെന്ന് മനസ്സിലായി, അതോടുകൂടി ഷർട്ട് ഊരി പുതിയ ഷർട്ട് ഇട്ട് മാന്യമായി വന്നു. ഇതാണ് ചുരുക്കം. അപ്പോൾ അദ്ദേഹത്തിന് തന്നെ വാക്കുകളിലൂടെ നമുക്കത് കേൾക്കാം. ഇതൊക്കെ വാർത്തയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും വാർത്തയാണ്. കാരണം മന്ത്രിമാരുടെ വേഷവിധാനം എന്ന് പറയുന്നത്, മന്ത്രിമാരാണ്, അവർ ഉയർന്ന സ്ഥാനത്ത് നിൽക്കുന്നതാണ്. അവരുടെ ഓരോ ചെറിയ ചലനങ്ങൾ പോലും, അവരുടെ ഓരോ വസ്ത്രധാരണ രീതികൾ പോലും സമൂഹത്തിൽ പ്രതിഫലിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന് വാർത്താ പ്രാധാന്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും ഉണ്ട്. സംസ്ഥാനത്തെ ഒരു ആഭ്യന്തരമന്ത്രി കീറിയ ഷർട്ടുമായിട്ട് ഇട്ട് നടക്കുന്നത് കണ്ടാൽ വാർത്തയാണത്. അപ്പോൾ അത്തരത്തിൽ പണ്ടായിരുന്നെങ്കിൽ അത് കാർട്ടൂണിലും, ഉമ്മൻചാണ്ടിയുടെ കാലത്ത് കാർട്ടൂണിലും വെറും പ്രസ് ഫോട്ടോഗ്രാഫിൽ മാത്രം ഒതുങ്ങി നിൽക്കുമായിരുന്നു. ഇപ്പോൾ അങ്ങനെയല്ല. അപ്പോൾ ഏതായാലും അദ്ദേഹം തന്നെ ചോദിക്കുന്നുണ്ട്, ഇതൊക്കെ വാർത്തയാണോ എന്ന് ചോദിക്കുന്നു. തീർച്ചയായിട്ടും അത് തന്നെയാണ്. ഒരു സംസ്ഥാനത്തിൻ്റെ ആഭ്യന്തരമന്ത്രി കീറിയ ഷർട്ടുമായി നടക്കുന്ന വാർത്ത തന്നെയാണ്. എന്തായാലും അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കാം, ദൃശ്യങ്ങളും കാണാം. ഞാനത് രാവിലെ കീറിയില്ലായിരുന്നു, എവിടെയോ ഇറങ്ങി വന്നോടനെ ഒരു ഇത് കൊണ്ട് കീറിയതാണ്. അത് ഞാൻ ശ്രദ്ധിച്ചില്ല, അതാ പറ്റിയത്. അതും വാർത്തയാണോ? അല്ല, ഞാനത് കണ്ടില്ല. രാവിലെ ഇറങ്ങിയപ്പോൾ കുഴപ്പമില്ലായിരുന്നു, പിന്നെ എവിടെയോ പോയപ്പം പുറകിലായിരുന്നു. ഇവിടെ ഈ ഭാഗത്തായിരുന്നു. ഞാൻ പിന്നെ കണ്ടില്ല. പിന്നെ ആരോ പറഞ്ഞപ്പോഴാണ് കണ്ടത്. അന്നേരം പിന്നെ ഷർട്ട് മാറി. അപ്പോൾ ഇതിൽ നിന്ന് എല്ലാ കോൺഗ്രസ്സുകാരും ഒരു പാഠം പഠിക്കുന്നുണ്ട്. അതായത് എവിടെയെങ്കിലും തങ്ങളുടെ ഷർട്ട് കീറിയിട്ടുണ്ടോ എന്ന് എല്ലാവരും ഇപ്പോൾ ബോധവാന്മാരാണ്. പത്രക്കാർ വരെ വളഞ്ഞു നിർത്തി ചോദിക്കുന്ന അവസ്ഥയിലേക്ക് വന്നിരിക്കുന്നു. അതുകൊണ്ട് ഈ ചോട്ടാ നേതാക്കൾ മുതൽ, KSUവിൻ്റെ ചോട്ടാ നേതാക്കൾ മുതൽ ഈ മന്ത്രിമാർ വരെ എല്ലാവരും തന്നെ ഷർട്ട് കീറിയിട്ടില്ല എന്ന് ഉറപ്പുവരുത്തിക്കൊണ്ടാണ് ഓരോ സ്റ്റെപ്പും മുന്നോട്ട് നടക്കുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഇഫക്റ്റ് എന്ന് പറയുന്നത്. സോഷ്യൽ മീഡിയയുടെ ഒരു ഇഫക്റ്റ് ഇതാണ്. ഈ കീറിയ ഷർട്ടിട്ട് നടക്കുന്ന ആരെങ്കിലും അങ്ങനെ കള്ളത്തരം കാണിച്ച് കീറിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ ഓൺ ദ സ്പോട്ടിൽ പിടിക്കുക, പണി കൊടുക്കുക.
i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.